യൂണിഫോം മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോൾ യൂണിഫോം മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോളിൻ്റെ സ്പീഡിൽ ഒരു തരത്തിലുള്ള വ്യത്യാസം ഉണ്ടാവില്ല. അതിൻ്റെ മോഷന് കാരണമായിട്ടുള്ള ഫോഴ്സ് യൂണിഫോമായിട്ട് ആ ഒബ്ജക്റ്റിൽ പെർട്ടിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് അതിനൊരു തരത്തിലുള്ള സ്പീഡിലുള്ള ചേഞ്ച് ഉണ്ടാവില്ല. അത് യൂണിഫോമായിട്ട് മൂവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഓക്കെ, ഈ രണ്ട് ബോഡി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആദ്യം ടേബിളിൽ വെച്ച ബുക്ക്, രണ്ട് യൂണിഫോം മോഷനിൽ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോൾ. ഈ രണ്ട് ഒബ്ജക്റ്റുകളും അൺലെസ് ഓർ അണ്ടിൽ നമ്മൾ മറ്റൊരു ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യുന്നത് വരെ അത് ഏത് സ്റ്റേറ്റിലാണുള്ളത് ആ സ്റ്റേറ്റിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. മീൻസ് ആ ബുക്കിന് ആ ടേബിളിൻ്റെ മുകളിൽ ഇരിക്കുന്ന ബുക്കിന് ഒരു പുഷ് ചെയ്യുന്നത് വരെ ആ ബുക്ക് ഏത് അവസ്ഥയിലാണോ ഇരിക്കുന്നത് ആ അവസ്ഥയിൽ തന്നെ ആ ബുക്ക് തുടർന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ആ സ്ട്രെയിറ്റ് ലൈനിൽ യൂണിഫോം മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോൾ അൺലെസ് ഓർ അണ്ടിൽ നമ്മൾ അതിനൊരു ഡയറക്ഷൻ മാറ്റുക അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യും, ആ ബോൾ അതിൻ്റെ യൂണിഫോം മോഷനിൽ സ്ട്രെയിറ്റ് ലൈനിൽ ഏത് ഡയറക്ഷനിലായിരുന്നു അത് പോയിക്കൊണ്ടിരുന്നത് ആ ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്ത് എന്താ പറയുന്നത്, ദ പ്രോപ്പർട്ടി ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇനേർഷ്യ എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഓഫ് ആൻ ഒബ്ജക്റ്റ് ആണ്. ഓരോ ഒബ്ജക്റ്റുകൾക്കും പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ബൈ വിച്ച് ആ പ്രോപ്പർട്ടീനെ ഡിഫൈൻ ചെയ്യാണ്. ബൈ വിച്ച് ഇറ്റ് റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ വിച്ച് ദ സ്റ്റേറ്റ് ഓഫ്, അതായത് ഇപ്പോൾ ഈ ബുക്കിനെ സംബന്ധിച്ചിടത്തോളം ആ ബുക്ക് റെസ്റ്റിലാണ്, ആ ബോളിനെ സംബന്ധിച്ചിടത്തോളം അത് യൂണിഫോം മോഷനിലാണ്. അപ്പോൾ അതിലേക്ക് ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിലേക്ക് ആക്ട് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചേഞ്ചിനെ ആ ഒബ്ജക്റ്റ് റെസിസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇനേർഷ്യ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് അൺലെസ് ഓർ അണ്ടിൽ നമ്മൾ ആ ബുക്കിനെ, ആ സ്റ്റഡി ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന ആ ബുക്കിനെ നമ്മളൊന്ന് പുഷ് ചെയ്യുന്നത് വരെ എന്ത് സംഭവിക്കും, ആ ബുക്ക് അതിൻ്റെ സ്റ്റേഷനറി അവസ്ഥയിൽ തന്നെ തുടരും. ഓക്കെ, ഒന്നതാണ്. രണ്ടാമത്തെ എന്താ പറയുന്നത്, യൂണിഫോം മോഷനിലുള്ള ബോള് ആ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അൺലെസ് ഓർ അണ്ടിൽ നമ്മൾ അതിലൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നത് വരെ എന്ത് ചെയ്യും, ആ ബോൾ യൂണിഫോം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന ഒരു ഫോഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചേഞ്ച് ആ രണ്ട് ഒബ്ജക്റ്റിൻ്റെ പെർട്ടിക്കുലറായിട്ട് പറയുകയാണെങ്കിൽ ആ ബുക്കിൻ്റെയോ ആ ബോളിൻ്റെയോ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ ചേഞ്ച് വരുത്തുന്ന, അതായത് അതിൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലോ അതിൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലോ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ, നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ബോള് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ബുക്ക് ആ ഒരു ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റെസിസ്റ്റ് ചെയ്യുന്നതിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇനേർഷ്യ എന്ന് പറയുക. ഓക്കെ, ക്ലിയർ?